കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ കർത്താവ് നമുക്ക് ഇന്നും അവസരം തന്നു. പകൽക്കാലത്തെ ആരാധനയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്, വചനം ചിന്തിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ദൈവം നമുക്ക് വേണ്ടി ഏതെല്ലാം നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ചിന്തിച്ചത്. നമുക്കൊരു ഭവനത്തിൽ ആയിരിക്കുമ്പോൾ നമുക്കുള്ള സംരക്ഷണം ദൈവം എങ്ങനെയെല്ലാം വെച്ചിരിക്കുന്നു. അപ്പൻ, അമ്മ, സഹോദരൻ, ഏതെങ്കിലും രോഗം വന്നാൽ ഡോക്ടർ, പഠിക്കാൻ പോയാൽ ഗുരുക്കന്മാർ, പുറത്തേക്ക് പോയാൽ സ്നേഹിതന്മാർ, ഇങ്ങനെ നമ്മളൊരു സമൂഹ ജീവിയാണ്. ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇവയെല്ലാം ഉണ്ട്. എന്നാൽ ആത്മീക ജീവിതത്തിലേക്ക് വരുമ്പോൾ വചനം പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ആര്? ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ഭൗതികമായി നമുക്കൊരു കുടുംബം ഉള്ളതുപോലെ തന്നെ ആത്മീയതയിലും നമുക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ പിതാവാണ് ദൈവം. അങ്ങനെ ദൈവം നമുക്ക് പിതാവായി വരുന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് പിതാവായി. മാതാവാകുന്നത് എങ്ങനെയാണ്? സഭയോട് നമ്മെ ചേർക്കുമ്പോൾ മാതാവായി. സഹോദരനാകുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സഹോദരന്മാരായി. പിന്നെ ഗുരുവാകുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവം ഗുരു എന്നുള്ള നിലയിൽ നമ്മോട് ഇടപെടുന്നു. പിന്നെ സ്നേഹിതൻ എന്ന് പറയുന്ന സ്നേഹിതനായി തീരുന്നത് എങ്ങനെയാണ്? ദൈവം അബ്രഹാം സ്നേഹിതനായി തീർന്നത് എങ്ങനെയാണ്? മകനെ യാഗം കഴിക്കാനായി അതുപോലെ ഒരു കൽപ്പന നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചിട്ടുള്ള കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ്. അബ്രഹാമിനോട് മോറിയ മലയിൽ പോയി മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അത് പോയി അനുസരിച്ച് യാഗം കഴിക്കാൻ തയ്യാറായി. അതുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ ആരായി തീർന്നു? സ്നേഹിതനായി തീർന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ പദവിയാണ് സ്നേഹിതൻ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവ സന്നിധിയിൽ വന്നാൽ, ദൈവസഭയിൽ വന്നാൽ നമ്മൾ ഏറ്റവും സുരക്ഷിതരാണ്. നമ്മൾ എല്ലാ വശങ്ങളിൽ നിന്നും അനുഗ്രഹവും സഹായവും സംരക്ഷണവും അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിക്കുകയേ വേണ്ടു. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. അത് നമ്മൾ എഴുതിയിട്ടുണ്ടോ? പുസ്തകങ്ങളിൽ എഴുതിയത് നിങ്ങൾ എഴുതണം കേട്ടോ. അവർക്ക് എഴുതി കൊടുക്കണം. ഇന്ന് നമ്മൾ ചിന്തിച്ചു, അതിലൊന്നാണ് കർത്താവ് നമുക്ക് വൈദ്യനായിത്തീരുന്നു, ചികിത്സിക്കുന്നവനായിത്തീരുന്നു. ദൈവം നമുക്ക് വൈദ്യനായി തീരുന്നതിനെ കുറിച്ചുള്ള വചനം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പറഞ്ഞേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? ഡോക്ടറാണ്, അല്ലെങ്കിൽ വൈദ്യനാണ്. അങ്ങനെ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ആരെ കൊണ്ടാണ് ഡോക്ടറെ കൊണ്ട് ആർക്കാ പ്രയോജനം വരുന്നത്? രോഗികൾക്കാണ് ഡോക്ടറെ കൊണ്ട് പ്രയോജനം. അപ്പോൾ ആത്മീക ജീവിതത്തിൽ വന്നാൽ, ദൈവസഭയിൽ വന്നാൽ, ആ ദൈവസഭയിൽ ഭൗതിക ലോകത്തിലുള്ളതുപോലെ തന്നെ രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള രോഗം എന്ന് പറയുമ്പോൾ മനുഷ്യൻ
ലോകത്തിൽ ജീവിക്കുമ്പോൾ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ രോഗിയായിട്ടാണോ സൃഷ്ടിച്ചത്? അല്ല. രോഗം വരുമായിരുന്നോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന് രോഗം വന്നേ? പാപമാണ് രോഗത്തിന് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ദൈവം ക്ഷമിക്കും. പാപം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് പാപവും പാപത്തിൻ്റെ ഫലവും നീങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗമില്ല. രോഗമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം രോഗമാണ് നമ്മെ എങ്ങോട്ട് നയിക്കുന്നത്? മരണത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ രോഗമില്ലാത്തവന് എന്തില്ല? മരണമില്ല. അപ്പോൾ പാപമില്ലാത്തവന് രോഗമില്ല, രോഗമില്ലാത്തവന് മരണമില്ല. ഇതുപോലെ തന്നെ ആത്മീക ലോകത്തും നമുക്ക് രോഗങ്ങളുണ്ട്. ആത്മീക ലോകത്തും ജനനമുണ്ട്, ആത്മീക ലോകത്തും മരണമുണ്ട്. ഭൗതിക ലോകത്തെ മരണം പോലെയല്ല, ആത്മീക ലോകത്ത് മരണം സംഭവിച്ചാൽ അവൻ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് നമ്മൾ ആത്മീകമായി നമുക്ക് വരുന്ന എല്ലാ രോഗങ്ങളും അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്ന് വേണം ഈ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുവാൻ. നമ്മൾ പൊതുവെ ഈ ലോകത്തിൽ കാണുന്ന ശരീരത്തിൽ കാണുന്ന രോഗങ്ങൾ എന്തൊക്കെയുണ്ട്? പൊതുവെ നമ്മൾ ലോകത്തിൽ കാണുന്നത് ശരീരത്തിന് സുഖമില്ല, പൊതുവെ ഉള്ളൊരു രോഗമാണ്. പനിയുണ്ട്, പലതരത്തിലുള്ള. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കാരണം, ഒന്നുകിൽ മഴ നനഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ശരീരത്തിൽ സൗഖ്യമില്ല, ഒരു രോഗമാണ്. രണ്ടാമത് ലോകം മുഴുവനും ഗൗരവമേറിയ രോഗം. ഒരു മനുഷ്യന് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നാൽ അവൻ്റെ രോഗം ഗൗരവമുള്ളതാണ്. മറ്റൊന്ന് ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി. അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി അനുവിന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവൻ അടുത്തുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല, പക്ഷെ അകലേക്കുള്ളത് നോക്കിയാൽ കാണാൻ പാടില്ല. അതൊരു അസുഖമാണ്. അതിനാണ് ആ കണ്ണട വെച്ചിരിക്കുന്നത്. മറ്റൊന്നാണ്, നമ്മൾ പ്രായമാകുമ്പോൾ എൻ്റെയൊക്കെ തല കണ്ടില്ലേ, അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു. ഇതേപോലെ തന്നെ ആത്മീകമായിട്ടും രോഗങ്ങളുണ്ട്. ആത്മീകമായിട്ട് രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞ ഒരു അസുഖം ഏതാ? ശരീരത്തിൽ സൗഖ്യമില്ല, ശരീരസുഖമില്ലായ്മ. ഇതുപോലെ തന്നെ ആത്മീക ജീവിതത്തിൽ നമുക്കൊരു തൃപ്തിയില്ല, ഒരു സുഖമില്ല. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒന്നും ഒരു സന്തോഷമില്ല, ഒരു സുഖമില്ല. അങ്ങനെ ശരീരത്തിന് സൗഖ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മീയ പ്രകാരം നമ്മൾ എന്ത് ചിന്തിച്ചോളണം? അല്ല, അത് വചനം പറ. പാവമാ, എല്ലാത്തിനും കാരണം പാവമാ. നമുക്ക് ശരീരത്തിന് സുഖമില്ല എന്ന് ഭൗതികമായിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നല്ല മഴ നനഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ വേറെ എല്ലാ ഐസുകളിലിട്ട് വെള്ളം കുടിച്ചോ, ഇനി ബാക്കി എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആത്മീയമായിട്ട് ശരീരത്തിന് സുഖമില്ലാതെ, ഉള്ളിലെ ആത്മീയമായിട്ട് സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിന് സുഖമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം? നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. അപ്പോൾ ശരീര സുഖമില്ലായ്മ ആത്മീകമായി വരുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ നീരസം. ദൈവത്തിൻ്റെ നീരസമാണ് എന്തിനു കാരണം? ശരീരത്തിന് സൗഖ്യമില്ലാത്തതിൻ്റെ കാരണം. ഒന്ന്. രണ്ടാമത്തത്,
എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. അതായത് ഒരു ആൾക്ക് ആ, കാല് മുട്ടി മുറിവ് വന്നു, ശരീരത്തിൽ ഒരു മുറിവ് വന്നു. ഈ മുറിവ് മരുന്ന് വെച്ച് കെട്ടി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്ത് കാല് മുറിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇച്ചിരി അയഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ, ഇതോ പ്ലാസ്റ്റർ എന്തെങ്കിലും ഒന്ന് വെച്ച് ഒട്ടിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഉണങ്ങി തീരും. എന്നാൽ ആത്മീകമായി ആ, ഭൗതികമായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ മരുന്നൊന്നും വെക്കാതെ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? കുറച്ച് ദിവസം 2 ദിവസം കഴിയുമ്പോൾ പഴുക്കാൻ തുടങ്ങും. പഴുത്ത് വീണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും പഴുക്കും. അങ്ങനെ ഈ നാറ്റം വയ്ക്കുന്ന അവസ്ഥ വരും. ഇതുപോലെ ആത്മീക ജീവിതത്തിൽ വരും. അപ്പോൾ ആത്മീക ജീവിതത്തിൽ ശരീരം പഴുത്ത് നാറുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വചനം പറ. ഏ എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. എല്ലാത്തിനും ഒരു വലിയ വലിയ പാഠങ്ങളുണ്ട്. മൊത്തത്തിലങ്ങ് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്ന് പഠിക്കാനാണ്. അപ്പോൾ ശരീരം പഴുത്ത് മുറിഞ്ഞ് പഴുത്ത് ആ പഴുപ്പ് നാറ്റം വയ്ക്കണമെങ്കിൽ എന്താ അതിൻ്റെ കാരണം? പറ. ഭോഷത്വം. ഭോഷത്വം എന്ന് പറഞ്ഞാൽ ഫൂളിഷ്നെസ്, മൂഢത. ഇനി എന്താ മൂഢത? അതെല്ലാം അതിൻ്റെ വഴിക്ക് പോയി പഠിക്കാം. ഒന്നാമത്തെ അസുഖം എന്നാ വിളിച്ചേ? ചരിത്രം നോക്കിയില്ല. എന്തുകൊണ്ട്? ദൈവം നീരസപ്പെട്ടിരിക്കണം. രണ്ടാമത് ഇടയ്ക്ക് മുറിവ് പഴുത്ത് നാറുക. കാരണം എന്താ? ഭോഷത്വം. നമ്മുടെ തന്നെ ഭോഷത്വം. മൂന്നാമത് ഷോർട്ട് സൈറ്റാ. അകലേക്കുള്ളത് നോക്കി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ ചിലര്? അകലെ അടുത്തുള്ളത് കാണാം. നമ്മുടെ അച്ചായനൊക്കെ വായിക്കുന്നുണ്ടോ? അതെങ്ങനെ പിടിച്ച് അത്രയും അടുത്ത് വെച്ച് വായിക്കാം. അകലേക്കുള്ളത് കാണാൻ പാടില്ല. അതൊരസുഖമാണ്. ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. എന്തുകൊണ്ടാണ് ഹ്രസ്വദൃഷ്ടി വരുന്നത്? ഹ്രസ്വദൃഷ്ടി ആത്മീകമായിട്ട് വരുന്നതോ അതെങ്ങനെ വരും? അതിനാണ് വചനം പറയുന്നത്, മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവൻ. അതായത് ആദാമ്യ പാപം നമ്മിൽ നിന്ന് കർത്താവ് നീക്കിക്കളഞ്ഞതാണ്. ആ പാപം അത് നീക്കി നമ്മെ ശുദ്ധീകരിച്ച അനുഭവമാണ്. ആ അനുഭവം മറന്നു പോകുന്നവനാണ് എന്ത് വരുന്നത്? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് വരുന്നത്. അപ്പൊ ആദാമ്യ പാപം മറന്നു പോകുന്നു. ആദ്യത്തെ പാപം മറന്നു പോകുന്നു. ഇപ്പൊ രോഗം എത്രയായി പറഞ്ഞ്? ഏതൊക്കെയാ? അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത്, ഈ ആഴ്ച പഠിക്കുന്നത് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് ആരെല്ലാമായിട്ട് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ലിതിക്ക് ഓർമ്മയുണ്ടോ? ആരായിട്ടാ? പിതാവായിട്ട്. ദൈവം പിതാവായിട്ട് വരും. പിന്നെ സുഹൃത്തായിട്ട് വരും. മാതാവായിട്ട് വരും. സഹോദരനായിട്ട് വരും. ഡോക്ടറായിട്ട് വരും. ഡോക്ടർ ഇന്ന് ഡോക്ടറാ. ടീച്ചറായിട്ട് വരും. അപ്പം അങ്ങനെ ഓരോ തരത്തിൽ ദൈവം നമ്മിൽ കൂടി പ്രവർത്തിക്കുന്നു. നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം സംരക്ഷണമുണ്ടോ, എന്തെല്ലാം പരിപാലനമുണ്ടോ, അത് മുഴുവനും ആത്മീക ലോകത്തിൽ വരുമ്പോഴും ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇന്ന് നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പറഞ്ഞേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. അതായത്
എന്തുകൊണ്ടാണ് സൗഖ്യത്തിന് വരുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. ഇപ്പൊ രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്നതിന്റെ കാരണം അവന്റെ ആയുഷ്കാലം പൂർത്തിയാക്കണം. മനുഷ്യൻ ജനിക്കുമ്പോഴേ തന്നെ അവന് ദൈവം ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണ ഒരാളുടെ ആയുസ് എത്രയാ? 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. പക്ഷേ നമ്മുടെ ആയുഷ്കാലം പൂർത്തിയാക്കാതിരിക്കാൻ ശത്രു അവകാശം പറഞ്ഞ് നമുക്ക് രോഗങ്ങൾ കൊണ്ടുവരും. രോഗം കൂടിപ്പോയി കഴിഞ്ഞാൽ അവൻ ആയുഷ്കാലം പൂർത്തിയാക്കില്ല. വിവിധ തര കാര്യങ്ങൾ കൊണ്ട് അവൻ എന്ത് ചെയ്യും? ആയുഷ്കാലം പൂർത്തിയാക്കാതെ ഇവിടുന്ന് പോകും. അതുകൊണ്ട് നമ്മുടെ വൈദ്യൻ ആരാ? യേശു. യഹോവ, യേശു. യേശുവാണ് നമ്മുടെ വൈദ്യൻ. ആ യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ ആയുഷ്കാലം പൂർത്തിയാക്കണം. അതുകൊണ്ട് തന്നെ ശത്രു കൊണ്ടുവരുന്ന സകല രോഗങ്ങളും കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. എന്താ നമ്മുടെ രോഗങ്ങൾ? ഭൗതികഗതിയിൽ എന്തൊക്കെയാ രോഗം? നമ്മൾ പഠിച്ചത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കാം. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാധാരണ രോഗങ്ങൾ, ശരീരത്തിന് സുഖമില്ല, ഒരു സുഖമില്ല, പനിയുണ്ട്, ഒരു ക്ഷീണമുണ്ട്, ഒന്നിനൊരു താല്പര്യമില്ല. ഈ രോഗം ആത്മീയതയിൽ വരുമ്പോൾ എങ്ങനെ വരും? എന്തുകൊണ്ടാണ് ശരീരത്തിന് സൗഖ്യമില്ലാതെ വരുന്നത്? ആത്മീയമായിട്ട് വചനം പറയുന്നത്, നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ആത്മീയമായ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആത്മീയമായിട്ട് ശരീരത്തിന് സൗഖ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് എന്ത് തീരുമാനിച്ചാൽ മതി? ദൈവം നമ്മളോട് നീരസപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിന് വിശദീകരണമുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇതങ്ങ് പഠിച്ചതിന് ശേഷം ഈ രോഗങ്ങളങ്ങ് പറഞ്ഞതിന് ശേഷം ഇത് ഓരോന്നോരോന്ന് നമ്മൾ എന്തുകൊണ്ട്, എപ്പോഴാണിത് വരുന്നത്, എങ്ങനെയാണിത് വരുന്നത്, ഇതെല്ലാം നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. മറിയേ, തല കാണാതെ ഇനി ഇച്ചിരി ഇങ്ങോട്ട് അല്ലെ. ആ അപ്പോൾ മറ്റൊരു രോഗം, അതായത് നമ്മൾ ലോകത്തിൽ ചെറുപ്പത്തിലൊക്കെ ഓടിക്കളിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ തട്ടുകയോ മുട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ മുറിവ് വരും. മുറിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഇത്തിരി മരുന്ന് വയ്ക്കും. ഇല്ലെങ്കിൽ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റർ മേടിച്ച് ഒട്ടിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തിരി അയഡിൻ എന്തെങ്കിലും പുരട്ടും, അതങ്ങ് മാറും, ഉണങ്ങി. പക്ഷേ ഈ മുറിവ് വന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ അടുത്ത ദിവസം വാടി, 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ പഴുത്ത്, എന്നിട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ നാറ്റം വരാൻ തുടങ്ങും, പഴുപ്പ് വരാൻ തുടങ്ങും. ഇത് ആത്മീയ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ വരും? വചനം പറയണം. എങ്ങനെ? എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറും. ആത്മീക ജീവിതത്തിൽ മുറിവ് പഴുത്ത് നാറ്റമായി തീർന്നത് എന്തുകൊണ്ടാ? ഭോഷത്വം എന്ന് പറഞ്ഞാൽ ഫൂളിഷ്നെസ്, ഭോഷത്വം. നമ്മുടെ ഭോഷത്വം ഹേതുവായി വ്രണങ്ങൾ ചീഞ്ഞു നാറും. രോഗം എത്രയായി? 2. ആദ്യത്തേതായിരുന്നു? ശരീരത്തിൽ സൗഖ്യമില്ല. പിന്നെ രണ്ടാമത്തത് വ്രണങ്ങൾ ചീഞ്ഞു നാറും. അടുത്ത രോഗം. ഇതെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇതെല്ലാത്തിൻ്റെയും വചനം എടുത്ത് സമഗ്രമായിട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഗ്രഹിച്ച് വേണം മുൻപോട്ട് പോകാൻ. മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത്, ചിലർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവർ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്ന കണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, അടുത്തുള്ള കാര്യങ്ങൾ അവന് വ്യക്തമായിട്ട് കാണാം, അകലെയുള്ള കാര്യങ്ങൾ കാണാൻ പാടില്ല.
അങ്ങനെ വിശദമായിട്ട് പരിശോധിച്ച് അവന് കണ്ണട വെച്ചു. കണ്ണട വെച്ചിരിക്കും. കണ്ണട വെച്ചപ്പോൾ ഇതുപോലെ ഒരു അസുഖം ആത്മീക ജീവിതത്തിലുണ്ട്. ഇതിനാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. എന്ത് ദൃഷ്ടി? ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ്. അടുത്തുള്ള കാര്യങ്ങൾ കാണാം, അകലെയുള്ള കാര്യങ്ങൾ കാണാൻ പാടില്ല. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? അതാ നമ്മുടെ പാപങ്ങൾ കർത്താവ് കഴുകിക്കളഞ്ഞതാ. ഞാൻ പാപിയായിരുന്നു, ആ പാപം എൻ്റെ കർത്താവ് കഴുകിക്കളഞ്ഞതാണ്, എൻ്റെ പാപം കർത്താവ് മോചിച്ചു തന്നതാണെന്നുള്ള അറിവ് അത് മറന്നുപോകും. ഇപ്പോൾ നമുക്ക് എന്നിൽ എവിടെയാ പാപം ഇരിക്കുന്നത്, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മിടുക്കന്മാരായിട്ട് നടക്കുമ്പോൾ ഓർത്തു കൊള്ളണം, അങ്ങനെയല്ല. ഞാൻ പാപിയായിരുന്നു, ഞാൻ ജാതിയായിരുന്നു, ഞാൻ കർത്താവിന് വിരോധിയായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ ആ പാപമെല്ലാം കഴുകി മാറ്റി എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇന്ന് എന്നെ വെടിപ്പാക്കിയിരിക്കുന്ന ഈ ചിന്ത മറന്നു പോകുമ്പോഴാണ് അവൻ എന്ത് രോഗി എന്ന് പറയുന്നത്? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയും. ഇപ്പോൾ രോഗം എത്രയായി? 3. അടുത്ത രോഗം ഇച്ചിരി ഗൗരവമുള്ള രോഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ഇപ്പം ലോകത്തിൽ നമുക്ക് ഗൗരവമുള്ള രോഗം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി സന്തോഷമായിട്ട് പോയതാ. കാലിലൊരു ചുവന്ന പാട് കിടക്കുന്ന കണ്ടാ പോയി. അവിടെ ചെന്ന് ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, ഏതായാലും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറാണ്. ക്യാൻസറിന് മലയാളം പേരെന്താ? അവർ പറയട്ടെ. അർബുദം. എന്തെന്നാ? അർബുദം. വേദോസത്തിലുള്ള ക്യാൻസറാണ്. അപ്പോൾ അത് ഗൗരവമുള്ള, കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു ചുരുക്ക. അങ്ങനെ ഒരു രോഗമാണ് ക്യാൻസർ. ഇത് ആത്മീയ ജീവിതത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത് എന്താ? ആത്മീയ ജീവിതത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത്, അതായത് കർത്താവായ യേശു ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുനരുദ്ധാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു സഭക്കാർ, ഒരു സമൂഹം വിശ്വസിക്കുന്നത് 1914 കർത്താവ് വന്നെന്നാണ്. പിന്നെ അത് 20ലോ 30ലോ ഒക്കെ വന്നെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ പുനരുദ്ധാനം കഴിഞ്ഞു. നമ്മൾ എന്തിനാ ദിവസവും കാത്തിരിക്കണേ? നമ്മൾ ഒരു കാര്യവും താല്പര്യമില്ല. ഒറ്റ കാര്യം മാത്രമേ നമ്മുടെ പ്രതീക്ഷ. എന്താ? കർത്താവ് വരും, അന്ന് എൻ്റെ സങ്കടം തീരും, എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കർത്താവ് ക്ഷമിച്ച് എന്നെ കർത്താവ് രക്ഷിക്കും, എന്നെ കൊണ്ടുപോകും. ഇതാ നമ്മുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയാണ് ഇല്ലാതാക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞുപോയി. ഇതൊരു ഉപദേശമായിട്ട് വരും. ഈ ഉപദേശം കേട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ബാധിച്ചവനാ? ക്യാൻസർ ബാധിച്ചവനായിരുന്നു. അവനാണ് ക്യാൻസർ, അർബുദം ബാധിച്ചവൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെയുള്ളവ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള തിരുവെഴുത്ത് മാത്രമേ ജീവിക്കൂ. ഇപ്പം രോഗങ്ങൾ എത്രയായി? ഒന്ന് പറ. ഒന്നാമത്തത്, ദേഹത്തിൽ സൗഖ്യമില്ല. 2, മുറിവ്, വ്രണങ്ങൾ ചീഞ്ഞ് നാറുന്നു. 3, ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി. 4, അർബുദം അല്ലെങ്കിൽ ക്യാൻസർ. അടുത്തത്, മനുഷ്യർക്ക് യൗവനം കഴിയുമ്പോൾ ഒരു വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ വരുന്നതാണ് നരയ്ക്കുന്നത്. അത് മുഴുവനും നരയല്ല, അവിടെ എവിടെയൊക്കെ നരച്ചിരിക്കുന്നു. അവിടെ നരച്ചിരിക്കുന്ന ഒരനുഭവം. മുഴുവൻ നരയ്ക്കുകയാണെങ്കിൽ മുഴുവൻ വെള്ളയാന്ന് പറയാം. ഇത് ഇടയ്ക്ക് ഒരു മനുഷ്യൻ്റെ എല്ലായിടത്തും കറുത്തത്, എല്ലായിടത്തും കറുപ്പ. ഇവിടെ ഈ ഭാഗം മാത്രം തനി വെള്ളയായിട്ടിരിക്കും. എന്തൊരു വൃത്തികേടാ.
അപ്പോൾ അവിടെ നരച്ചിരിക്കുന്നു. ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആത്മീകമായിട്ട് ഇത് ഈ രോഗമെന്ന് പറയുന്നത് അവിടെ നരച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാതികളുമായിട്ട് കൂട്ടുകൂടി അവൻ കൃപ നഷ്ടപ്പെടുത്തി. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന കൃപ ജാതികളുമായിട്ട് കൂടി നഷ്ടപ്പെടുത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പേരെന്താ? അവിടെ നരച്ചിരിക്കുന്നു. കണ്ടോ? കൃത്യമായിട്ട് അവിടെ നരച്ചിരിക്കുന്നു. എത്രയൊന്ന് പറയാം? ഒന്നുകൂടെ പറയാം. ഒന്ന്, ശരീരത്തിൽ സൗഖ്യമില്ല, വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. പിന്നെ ഹ്രസ്വദൃഷ്ടി, ക്യാൻസർ അല്ലെങ്കിൽ അർബുദം. ഇപ്പോൾ അവിടെ നരച്ചിരിക്കുന്നു. അവിടെ നരച്ചിരിക്കുന്ന ഈ ഗ്രേ ഹിയർ ആൻഡ് ദെയർ എന്ന അതിൻ്റെ എല്ലാം അതിനടുത്ത് വായിക്കാം. ഇത് ആദ്യമേ തന്നെ ജനറലായിട്ട് ഈ ഇതങ്ങോട്ട് തീരട്ടെ എന്ന് ചോദിച്ചിട്ടാ. അടുത്ത രോഗം വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ വസ്ത്രമൊക്കെ കീറി നഗ്നതയൊന്നും മറയ്ക്കാതെ തലയൊക്കെ ഇതായിട്ട് നടക്കുന്ന ഭ്രാന്തന്മാർ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളാരും ഇല്ലേ? വഴിയും കണ്ടിട്ടില്ലേ? അയ്യോ, വഴിയിലൊക്കെ കാണണം. ഞാൻ നെറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കണം. ആർക്കും അത് ഭവിക്കാതിരിക്കട്ടെ. അത്രമാത്രം ഗൗരവമായിട്ടുള്ള ഒരു രോഗമാണ് ഭ്രാന്തെന്ന് പറയുന്നത്. സുബോധം നഷ്ടപ്പെട്ടു പോവുക. ഈ സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന അസുഖം ആത്മീക ജീവിതത്തിൽ വരും. അതെങ്ങനെയാ? അതായത് എങ്ങനെയാണെന്നുള്ളതിന് ഞാൻ പറഞ്ഞല്ലോ, വിശദീകരണം ഓരോന്നിനും ഓരോ പാഠങ്ങളത്. പിശാചിന്റെ കണിയിൽപ്പെട്ട് കുടുങ്ങിയവരാകയാൽ സുബോധം കൊണ്ട് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വിചാരിച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. അപ്പം അവർക്ക് ഇതാണ് സുബോധം പോയി, പിശാചിന്റെ കണിയിൽപ്പെട്ട് ഭ്രാന്തന്മാരായിപ്പോയി. നമ്മൾ വിചാരിക്കട്ടില്ലേ, ദൈവമേ, ഒരു സഹോദരനായിട്ട് എത്ര സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, എനിക്ക് വേണ്ടി പണ്ട് ജീവനെ കളയുന്നവനായിരുന്നു, ഇന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലാൻ ഉള്ള ദേഷ്യവും ഇതുവാ. അവൻ പറയുന്നത് എന്താണെന്ന് അവന് തന്നെ അറിയാൻ പാടില്ല. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരവസ്ഥയാണ്. അതിനാണ് ആത്മീയമായി ഭ്രാന്തൻ എന്ന് പറയുന്നത്. ആത്മീയമായ ഭ്രാന്ത് വരുന്നത് എങ്ങനെയാണ് പറഞ്ഞേ? പിശാചിന്റെ കണിയിൽ അകപ്പെട്ടു പോകുമ്പോൾ. അതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കുക. ഇത് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏത് അനുഭവം വരുമ്പോഴും അപ്പോൾ അറിയാം ഞാനിപ്പോൾ എവിടെയാ, ഏതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ. ഇപ്പോൾ രോഗം എത്രയായി? 6. അടുത്തത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന രോഗങ്ങളിലൊന്നാണ് അസ്ഥിക്ഷയം. അസ്ഥികൾ ക്ഷയിച്ചു പോവുക ചില മനുഷ്യരുടെ രോഗമാണ്. അതിന് വേണ്ടിയിട്ട് കാൽസ്യം കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയും. ഇതുപോലെ ആത്മീക ജീവിതത്തിൽ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന രോഗമുണ്ട്. എന്തുകൊണ്ടാണ് അസ്ഥികൾ ക്ഷയിച്ചു പോകുന്ന രോഗം വരുന്നത്? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു. എന്ത്? നമ്മളുടെ ജീവിതത്തിൽ പാപം ചെയ്യും. പാപമില്ലാത്ത മനുഷ്യരുണ്ടോ? ഇല്ല, എല്ലാവരിലും പാപമുണ്ട്. ഈ പാപമുള്ള മനുഷ്യരാണ് എല്ലാവരും. പക്ഷേ
പാപം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ഒരു സമയമുണ്ട്. അതിനുള്ളിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോളണം. ഇല്ല എങ്കിൽ ഇത് ഏതിലേക്ക് പിടിക്കും? അസ്ഥിയിലേക്ക് പിടിക്കും. ഇല്ലെങ്കിൽ ഈ രോഗം അസ്ഥിയിലേക്ക് പിടിക്കും. അപ്പൊ അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോളണം. അപ്പോ അസ്ഥികളുടെ ക്ഷയം എന്തുകൊണ്ടുണ്ടാകുന്നു? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം. മറ്റൊന്ന്, അടുത്ത ഭാഗം വരുന്നത് ചിലർക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് കരിമംഗല്യം വരുന്നു. കരിമംഗല്യം എന്ന് കേട്ടിട്ടുണ്ട്. അതായത് കരിവാളിപ്പ്. കറുത്ത നിറമല്ല ഈ പറയുന്നത്. ചിലപ്പോൾ നല്ല വെളുത്തവരൊക്കെ ആയിരിക്കും. പക്ഷെ മുഖത്ത് കരിമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖത്തൊരു ഒരു കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കരിവാളിപ്പ് പോലെ കിടക്കും. കരിവാളിപ്പ്. ഇതാണ് ഒരു മനുഷ്യൻ ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പിന്മാറിപ്പോയാൽ ആ പിന്മാറ്റത്തിൽ വരുന്നതാണ്. പിന്മാറ്റത്തിൽ ദൈവത്തിന് പ്രസാദമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതാണ്. ആ അവസ്ഥയ്ക്കാണ് ഈ കരിവാളിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവർ പാലിനേക്കാൾ വെളുത്തവരായിരുന്നു. നമ്മുടെ നിറം തന്നെ, എൻ്റെയൊക്കെ നിറം കറുപ്പ്, നിങ്ങളൊക്കെ ശകലം വെളുപ്പ്, അങ്ങനെ പല നിറമുള്ളവരാണ് നമ്മൾ. ആത്മീയമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നോക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നേ? പാലിനേക്കാൾ വെളുപ്പാണ്. പിന്മാറിപ്പോയി കഴിഞ്ഞ് വീണ് പോയാൽ ആത്മീയം എങ്ങനെ ഇരിക്കും? കരിക്കട്ടയേക്കാൾ കറുത്തു. ഏറ്റവും വലിയ കറുപ്പ് ഏതാ? കരിക്കട്ടയുടെ കറുപ്പാ. പക്ഷേ വിശ്വാസത്തിൽ വീണുപോയവനോ അതിനേക്കാൾ കറുത്തു പോകും. ഇതാണ് വിശ്വാസത്തിലുള്ള വീഴ്ച. രോഗത്രേ 8. ഒന്നുകൂടെ പറയാമോ? ഒന്ന് പറയാമോ? ഒന്നാമത്തെ രോഗം, ശരീരത്തിൽ സൗഖ്യമില്ല. 2, വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. 3, ഹ്രസ്വദൃഷ്ടി. 4, ക്യാൻസർ അല്ലെങ്കിൽ അർബുദം. 5, അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു. 6, ഭ്രാന്ത്. 7, അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നു. 8, കരിവാളിച്ച മുഖം. സ്തോത്രം. സ്തോത്രം. അടുത്തതാണ് ഉളുക്കിയത്. കാലുളുക്കി പോകുന്നവർ. കാലുളുക്കിയവർ നടക്കണുണ്ടോ? കാലുളുക്കിയവർ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞൊണ്ടിയുണ്ട്, മുമ്പോട്ട് നടക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ് ഈ ആത്മീക ജീവിതത്തിൽ അങ്ങനെ? ആത്മീക ജീവിതത്തിൽ ഉളുക്ക് മുടന്തു വരുന്നത് എങ്ങനെയാ? ഉളുക്ക് വരുന്നത് എങ്ങനെയാ? ആത്മീക ജീവിതത്തിൽ മുടന്തു വരുന്നത് ഉളുക്ക് ഉള്ളവന് ആണ്. ആർക്കാ മുടന്തു വരുന്നത്? മുടന്തുള്ളവനാണ് എന്ത് വരുന്നത്? ഉളുക്ക് വരുന്നത്. മുടന്തെന്ന് പറയുന്നത് എന്താ? എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ബലഹീനതയുണ്ട്, വീക്ക്നെസ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ചിലർക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കും. ചിലർക്ക് മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അസൂയ തോന്നും. ചിലർക്ക് ഇച്ചിരി ഏഷണിയൊക്കെ പറയും.
ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുടന്തില്ലാത്തവരില്ല. എല്ലാവർക്കും ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, തൻ്റെ തെറ്റെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജയം എന്ന് പറയുന്നത് തൻ്റെ തെറ്റ് കണ്ടുപിടിക്കണം. തൻ്റെ തെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാണ് അവൻ്റെ മുടന്ത്. തൻ്റെ തെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കാല് സുഖമില്ലാത്തവനാ, അപ്പം അങ്ങനെയുള്ളവൻ ഭരതനാട്യം പഠിക്കാൻ പോകാവോ? ഭരതനാട്യം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാ? കാല് പറിച്ച് ചവിട്ടണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവൻ അതിന് പോകരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് പാദം നിരപ്പാക്കണം. നമ്മുടെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് ഇച്ചിരി ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. വേണ്ടെങ്കിൽ അപ്പം തന്നെ ചിന്തിച്ചോളണം, എൻ്റെ ശത്രു ആരാ? ഭക്ഷണമാണ് ഞാൻ സൂക്ഷിക്കേണ്ടത്. ഭക്ഷണമാണ് ഞാൻ സൂക്ഷിക്കേണ്ടത്. പിന്നെ എല്ലാവരെയും ബഹുമാനം വേണം, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇച്ചിരി ആളാകണം എന്നുള്ളതാണെങ്കിൽ ചിന്തിച്ചു കൊള്ളണം, എൻ്റെ ദുരഭിമാനമാണ് എൻ്റെ മുടന്ത്. ഇങ്ങനെ അവനവൻ്റെ തെറ്റ് കണ്ടുപിടിക്കണം. ഈ തെറ്റ് കണ്ടുപിടിച്ച് അതിനെ കരുതിയിരുന്നില്ല എങ്കിൽ ഉളുകിപ്പോവും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട വഴിയാ, എൻ്റെ കാല് പാടില്ല. ഞാൻ ഇറങ്ങി പോയപ്പോൾ പോകാൻ യാത്രയായപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, അവിടെ പോയാൽ എങ്ങനെയാ? പോകുന്ന വഴി നല്ലതാണോ? കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞ്, വഴി മോശാട്ടോ, കാല് നല്ല സുഖമുള്ളവർക്ക് വരെ പോകാൻ പറ്റില്ല, അതുപോലുള്ളതാ, പിന്നെ നിങ്ങൾ പോയാൽ എങ്ങനെ ഇരിക്കും? പോകണ്ട എന്ന് പറഞ്ഞു. ഇത് കേൾക്കാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ മുടന്തുള്ളത് അവിടെ ചെല്ലുമ്പോൾ എന്താവും? ഉളുക്കാവും. മുടന്തെന്ന് പറയുന്നത് എന്താ? അവരവരുടെ ബലഹീനത. അത് എന്തായിത്തീരും? ഉളുക്കായിത്തീരും. അത് ഉളുക്കായി തീരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതനുസരിച്ചുള്ള വഴിക്ക് പോകാവും. അപ്പോൾ ഉളുക്ക് മനുഷ്യന്റെ ജീവിതത്തിലെ അടുത്ത രോഗമാണ് ഉളുക്ക്. ഇപ്പം എത്രയായെന്ന് പറയാമോ? ശരീരത്തിൽ സൗഖ്യമില്ല, മുറിവ് വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഹ്രസ്വദൃഷ്ടി, ക്യാൻസർ, അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു, ഭ്രാന്തന്മാര്, അസ്ഥികളുടെ ക്ഷയം, മുഖത്ത് കരിവാളിപ്പ്, പറഞ്ഞ മുടന്ത്, ഉളുക്ക്. എത്രയായി? 9 എണ്ണായി. അടുത്തത് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കുട്ടികളുടെ മന്ദബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധിക്ക് വളർച്ച കുറഞ്ഞ്, ശരിയായ രീതിയിലുള്ള ബുദ്ധിയുടെ വളർച്ചയില്ല. അവരെയാണ് എന്തെന്ന് പറയുന്നത്? മന്ദബുദ്ധികൾ. അതെന്താ അതിൻ്റെ ആത്മീയമായ മന്ദബുദ്ധി എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പിശാച് വന്നപ്പോൾ പിശാച് പറഞ്ഞ്, നീ ദൈവപുത്രനാണെങ്കിൽ അതിൻ്റെ ഈ മന്ദിരത്തിൻ്റെ മേളിൽ നിന്ന് ചാടാം. വലിയ പൊക്കാണ്, കുഴപ്പമില്ലല്ലോ. കാരണം വചനത്തിൽ എന്തെഴുതിയിട്ടുണ്ട്? നീ നിന്റെ കാല് കല്ലിന്മേൽ തട്ടി പോകാതെ വണ്ണം ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാടാൻ പാടില്ലേ? സാത്താൻ പറഞ്ഞത് ദൈവമല്ലേ? സാത്താൻ പറഞ്ഞത് വചനമല്ലേ? ആണല്ലോ. യേശു ചാടിയോ? ഇല്ല. എന്താ കാരണം? അപ്പുറത്ത് വേറൊരു വചനമുണ്ട്. എന്താ?
ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ഇവിടെ എഴുതി. അപ്പോൾ ഒരു വചനം അപൂർണമായിട്ട് എടുക്കുന്നവൻ മന്ദബുദ്ധിയും, വചനത്തിന്റെ സാരം എടുക്കുന്നവൻ ബുദ്ധിയുള്ളവനും. ആരാന്ന് പറഞ്ഞ്? വചനം അപൂർണമായിട്ട് എടുക്കുന്നവൻ. ഒരു വചനം പിശാച് എടുക്കുന്ന പോലെ വചനം എടുക്കുന്നവൻ ആരാ? മന്ദബുദ്ധി. സാരം എടുക്കുന്നവൻ, വചനത്തിന്റെ സാരം, അതാണ് സത്യം, അതെടുക്കുന്നവൻ ആരാ? ബുദ്ധിയുള്ളവൻ. ഇപ്പൊ എത്ര രോഗം നമ്മൾ പഠിച്ചെന്നറിയാം? 10 രോഗം. അതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓടിച്ച് പറയാൻ കഴിയണം. എന്നിട്ട് വേണം അതിൽ വിശദീകരണത്തേക്ക് കിടക്കാൻ. ഈ 10 രോഗങ്ങളിലല്ല, ഇനി 5 എണ്ണോടെ ഉണ്ട്. 4, 5 എണ്ണോടെ ഇനിയുണ്ട്. അതും കൂടെ കൂടി നമ്മൾ ഗ്രഹിച്ച്, ഇത്രയും കാര്യങ്ങൾ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിച്ച് അത് വഴി മുമ്പോട്ട് പോയാൽ ശത്രുവിനെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ദൈവമായിട്ട് നമ്മൾ അതുപോലെ ചേർന്നിരിക്കും. ഈ രോഗത്തിൽ നമ്മൾ ഈ ഏതെങ്കിലും രോഗത്തിൽ പെടാത്തവരുണ്ടാവില്ല. പക്ഷെ പെട്ട് കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞു കൊടുക്കണം, കർത്താവേ, എനിക്ക് ഭയം, എൻ്റെ കാൽ ഉളുകിപ്പോയി, ഒന്ന് ശരിയാക്കണം. കർത്താവേ, എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഇത്തിരി മരുന്ന് വെച്ച് കിടണം. കർത്താവേ, എൻ്റെ ശരീരത്തിൽ സൗഖ്യമില്ല, നീരസം മാറ്റണം. കർത്താവേ, എനിക്ക് ഹ്രസ്വദൃഷ്ടിയാ, മാറ്റി തരണം, അകലേക്കുള്ളത് കാണാൻ തക്കോണം തരണം. അപ്പം നമുക്കത് പറഞ്ഞ് തിരുത്താൻ പറ്റും. യെസ് എന്നാൽ ഇന്ന് ആ രോഗങ്ങൾ 10 എണ്ണം ലിതിയ പറയാൻ പോവാ. പറ. 1, സൗഖ്യമില്ലായ്മ, ശരീരത്തിൽ സൗഖ്യമില്ലായ്മ. വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഹ്രസ്വദൃഷ്ടി, ക്യാൻസർ, കരിവാളിപ്പ്, ഭ്രാന്ത്, അസ്ഥിക്ഷയം, ഉളുക്ക്, അർബുദം. പറഞ്ഞ അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു. പിന്നെ ഒരെണ്ണോടെയുണ്ട്, ഞാൻ മറന്നുപോയി. ഇനി മന്ദബുദ്ധി. ഇനി ലിതിയ പറ, അല്ലെ നയമ പറ. ശരീരത്തിൽ സൗഖ്യമില്ല, വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഷോർട്ട് സൈറ്റ്, ക്യാൻസർ, അവിടെ ഇവിടെ നര, ഭ്രാന്ത്, കരിവാളിപ്പ്, അസ്ഥികൾക്ക് ക്ഷയം, മുടന്ത്, മന്ദബുദ്ധി. പോള് പറഞ്ഞേ എന്തുകൊണ്ടാന്നും കൂടെ പറയണം. ദൈവത്തിന്റെ നീരസം ഹേതുവായി ശരീരത്തിൽ സൗഖ്യമില്ല. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് അല്ല, നിങ്ങൾ പറഞ്ഞത് പകുതിയാ. അതിന്റെ കാരണം കൂടെ കൂട്ടി പറയുമ്പോഴാ അതിന്റെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ട്, അത് നമുക്ക് പറയാം. ശരീരത്തിൽ സൗഖ്യമില്ലാത്തത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ നീരസം കൊണ്ട്. ഭോഷത്വം ഹേതുവായി വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. പിന്നെ ക്യാൻസർ, പുനരുദ്ധാനം കഴിഞ്ഞു എന്നുള്ള ദുരുപദേശം ക്യാൻസറിനെ ഉണ്ടാക്കുന്നു. പിന്നെ ജാതികളുമായിട്ട് ഇടപഴകി കൃപ നഷ്ടപ്പെടുത്തുന്നവനെ നരച്ചവനായിട്ട് കാണുന്നു. ഭ്രാന്ത്, പിശാചിന്റെ കണിയിൽപ്പെട്ട് സുബോധം പോയവനെ ഭ്രാന്തൻ എന്ന് പറയുന്നു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപനിമിത്തം അസ്ഥികൾ ക്ഷയിക്കുന്നു. ദൈവത്തിൽ നിന്ന് പിന്മാറി വീണുപോയവന്റെ മുഖം അവൻ കരിവാളിപ്പുണ്ടാകുന്നു. മുടന്ത്, മനുഷ്യന്റെ സ്വമേധാഭാവം, അതിൽ വീഴ്ച വരുന്നവന് ഉളുക്കിപ്പോകുന്നവനായി കാണുന്നു. പിന്നെ മന്ദബുദ്ധി, പ്രവാചകന്മാർമെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്തവൻ മന്ദബുദ്ധിയാകുന്നു. പിന്നെ ഒരെണ്ണോടെ ഉണ്ട്, കാരണം വിട്ടുപോയി. യെസ്, അത് മറിയ പറയും. എല്ലാം കൂടെ മറിയ ആദ്യം പോലെ പറഞ്ഞ്.
നീ രണ്ടും പറയണം. ഇവരല്ല. നിനക്ക് നീ അത് മുഴുവൻ ഗ്രഹിക്കണം. അത് രണ്ടും പറയണം. എന്തുകൊണ്ട്? ദൈവത്തിന്റെ നീരസം ഹേതുവായി ദേഹത്തിൽ സൗഖ്യമില്ല. ഭോഷത്വം ഹേതുവായി വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഷോർട്ട് സൈറ്റ് എന്തുകൊണ്ട്? മുമ്പിലത്തെ പാപം മറന്നുപോയതുകൊണ്ട്, പാപമോചനം മറന്നുപോയതുകൊണ്ട് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുന്നു. പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് ദുരുപദേശം വിശ്വസിക്കുന്നതുകൊണ്ട് അത് ക്യാൻസറായി തീരുന്നു. ജാതികളുമായിട്ടുള്ള ബന്ധത്തിൽ കൃപ നഷ്ടപ്പെടുന്നവനവൻ നരച്ചവനായി കാണുന്നു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപനിമിത്തം അസ്ഥിക്ഷയം ഉണ്ടാകുന്നു. പിശാചിന്റെ കണിയിൽപ്പെട്ട് സുബോധം പോയവനെ ഭ്രാന്തനായി കാണുന്നു. മുടന്ത് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കാതെ പോയി അതിൽ അപകടപ്പെടുന്നവൻ ഉളുക്കിപ്പോയവനായി കാണുന്നു. കരിവാളിപ്പ് ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറി വീണുപോയവൻ എൻ്റെ മോൻ കരിവാളിപ്പുള്ള ഉള്ളവനായി കാണുന്നു. മന്ദബുദ്ധി. ദൈവത്തിൻ്റെ വചനം ഭാഗികമായിട്ട് വിശ്വസിക്കുന്നവൻ മന്ദബുദ്ധിയും, വചനത്തിൻ്റെ സാരമറിഞ്ഞ് പൂർണ്ണമായി വചനം വിശ്വസിക്കുന്നവൻ ബുദ്ധിയുള്ളവനുമാകുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ ആരുളുകദാസരിൽ വരമധികം. വചനമെന്നാത്മാ ദാഹം തീർപ്പാൻ ആരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനങ്ങൾ എഴുതിയെടുത്തോ. വചനങ്ങൾ ഓരോന്ന് വായിച്ചോളണം കേട്ടോ, ഞാൻ പറയുമ്പോൾ. മുപ്പത്തെട്ടിന്റെ 3 സങ്കീർത്തനം. വചനം എഴുതി കേട്ടോ, വചനം എഴുതിക്കൊള്ളണം. എൻ്റെ 38ന്റെ 5. എൻ്റെ ഭോഷത്വം ഹേതുവായി വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. റെഫറൻസ് എഴുതിക്കണം കേട്ടോ, നിയമം എഴുതിക്കണുണ്ട്. ഇനി 32ന്റെ 3. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അസത്യമായ രക്തത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഇനി 2 പത്രോസിന്റെ ലേഖനം 1:9. പത്രോസ് 1:9. സ്വീകരണം മറന്നുവനുമാകുന്നു. ഷോർട്ട് സൈറ്റ്, അത് മതി. ഇനി 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 2:17. 2 തിമോത്തി 2:17. ഇല്ല, കിട്ടിയില്ലേ? അവരുടെ വാക്കുകൾ അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞതും കൂടെ വായിച്ചു. അപ്പോൾ 2 ക്യാൻസർ ബാധിച്ച 2 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഹുമനിയോസും പിലാത്തോസും. അവർ ഫിലത്തോസ്. അവർ സത്യം വിട്ടു തെറ്റി
അപ്പോൾ അവർ ക്യാൻസറിന് ബാധിച്ചുള്ള എന്താ വിശ്വാസം എന്നാ? പുനരുദ്ധാനം കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. ഇപ്പം എത്രയായി? 2 തിമോത്തി 2:25. എന്നും പിശാചിനാൽ ആകയാൽ അതാണ് ഭ്രാന്തന്മാരുടെയാണ് ഭ്രാന്തന്മാർ. ഇനി ഹോശേയ പ്രവചനം 7:8. എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു, അന്യജാതിക്കാർ അവനെ ബലം തിന്നു കളഞ്ഞു. അവന് അവിടെ ഇവിടെ നരച്ചിരിക്കുന്നുവെങ്കിലും അവൻ അറിയുന്നില്ല. ഇനി വിലാപങ്ങൾ. അതൊന്ന് നോക്കിയെടുത്ത്. എൻ്റെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. ഇപ്പം എത്രണ്ണായി വിലാപങ്ങൾ? അത് തരാം. ഇതിപ്പോൾ എത്രണ്ണായി മോളെ? 4:8. മതി. അറിയുന്നില്ല. ഇപ്പം എത്രയായി? ഇനി അതിലേക്ക് കിട്ടാനുള്ളത് മന്ദബുദ്ധി. ലൂക്കോസിന്റെ സുവിശേഷം 24:25. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത, പ്രവാചകന്മാർ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്, എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ മന്ദബുദ്ധി. ഇനി എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12:12. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടത് നിങ്ങളുടെ പാദനിരത്തുവീൻ. പ്രധാന മുടന്ത്, ഉളുക്ക്, വെല്ലായം. എല്ലായില്ലേ? റെഫറൻസ് അത് കിട്ടാനുണ്ടോ മറിയേ? ഇല്ല. ബുക്കിൽ എഴുതിക്കൊള്ളണം. അടുത്ത ആഴ്ച ചോദിക്കാം. ഇനി ഇത് ഓരോന്നും എന്തുകൊണ്ടെന്നുള്ളത് ചെയ്യണം. അപ്പോൾ ഒരാൾ ഉളുക്കി നടക്കണമെന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ ഉളുക്കി നടക്കണം സ്വപ്നം കണ്ട്, നയമേ എന്ത് മനസ്സിലാക്കുക അതിൽ നിന്ന്? അയാളുടെ സ്വന്തം ബലഹീനത അറിയാതെ അയാൾ പോയി ഏതോ അബദ്ധത്തിൽ ചാടിയതാണ്. ഒരാൾ വെറുതെ ഒരു കാര്യമില്ലാതെ സഭയിൽ പ്രശ്നം ഉണ്ടാക്കുക. നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്, ഭയങ്കര ബഹളമായപ്പോൾ എല്ലാവരും കയറി വഴക്ക പ്രശ്നങ്ങളെ ഉണ്ടാക്കുക. എന്തായിരുന്നു അവൻ? ആരാപ്പോൾ? വിരോധി. ഭ്രാന്തനായ പിന്നെ അവൻ്റെ പ്രവർത്തനം എന്നാ? എല്ലാത്തിനും എതിരാ, ഏത് കാര്യത്തിനും വരും. കർത്താവ് നല്ലവനാന്ന് പറഞ്ഞാലും അപ്പനും അതിനെതിര് വരും. അപ്പോൾ എതിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏതവസ്ഥയപ്പോൾ? ഭ്രാന്തന. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഭാഗങ്ങൾ. പുനരുദ്ധാനം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ബാധിച്ചവന്? അവന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. രോഗം അത്ര ഭയങ്കര രോഗമാണ്. ഇത് ഓരോന്ന് പഠിക്കണം. സമയം അങ്ങ് പോകുന്നത്. ഇപ്പം നമ്മൾ പൊതുവായിട്ട് ഇത്രയും ചെയ്തേ ഉള്ളൂ. അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ബാക്കിയും കൂടെ ചിന്തിക്കാം. കർത്താവ് മറന്നു പോകരുത്. ലിതിയ, മറിയ, പോയി വീട്ടിൽ ചെന്ന് എക്സസൈസ് ചെയ്തോളൂ കേട്ടോ. അതൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ അതിന് കൃത്യമായിട്ട്.
കർത്താവിന് സ്തോത്രം. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ. പ്രാർത്ഥിക്കാം. അവസരമായിട്ട് റോയി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ ആത്മീയ രോഗങ്ങളെയും കർത്താവേ ദൈവമേ തരണം ചെയ്യുവാനും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങൾ അതിനായി കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭൗതിക രോഗങ്ങളെ സൗഖ്യമാക്കുന്ന എല്ലാ ആത്മീയ കർത്താവേ എന്ന അടിയുള്ള കർത്താവേ ദൈവമേ പ്രവർത്തിച്ച് ക്രമപ്പെടുത്തുവാൻ ഈ കേട്ട വചനപ്രകാരം തന്നെ ഈ രോഗങ്ങൾ അടിങ്ങളെ ബാധിക്കാതെ വണ്ണം കർത്താവേ ദൈവമേ ദൈവത്തിന് വചനപ്രകാരം തന്നെ അടിങ്ങൾ ജീവിപ്പാൻ കർത്താവ് കൃപാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിനായി നമുക്ക് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു നാളും മാറിപ്പോകാതെ കർത്താവെ കർത്താവ് എഴുതി തെരുമാറണമെന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇന്ന് കർത്താവ് നമുക്ക് ആരായിട്ടാ പഠിച്ചത്? നമ്മള് ഡോക്ടർ, വൈദ്യൻ. വൈദ്യൻ നമുക്ക് എങ്ങനെയൊക്കെ ചികിത്സിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എവിടെയും ഏത് സദസ്സിലും പറയാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. കർത്താവ് നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.